പ്രിയപ്പെട്ടവരെ ഏവർക്കും നമസ്കാരം. KMUPS AF-ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്കൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ ഇന്നിവിടെ നടക്കുന്നത് AAF ആണ്, KMUPS അഡ്മിഷൻ ഫെസ്റ്റ്. തത്സമയം നിഷാദ് മേച്ചിനും അതുപോലെ തന്നെ ഷാനി തോമാൻ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ കുറച്ച് വിഷയം ചോദിച്ചറിയാം. ഷാനി സാർ പറയൂ. ഇന്ന് നമ്മുടെ അഡ്മിഷൻ മേളയാണ് ഇവിടെ നടക്കുന്നത്. വെൽക്കം. തുടക്കം തന്നെ നമ്മളെ കുട്ടികളെ ബെസ്റ്റ് സ്റ്റെപ്പ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. തീർച്ചയായിട്ടും ആ കുട്ടികളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിലെ ഏറ്റവും നല്ല ബെസ്റ്റ് സ്റ്റെപ്പാണ് കൊടുക്കുന്ന ആദ്യത്തെ കോഴ്സ് അതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വീകരിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. ഫുൾ സെറ്റപ്പ് വെറൈറ്റി പരിപാടികളായിട്ടാണ് നമ്മളെ ആദ്യമായിട്ട് സ്വീകരിക്കാൻ ഇവിടെ പായസം ഒരു ഭാഗത്ത് തയ്യാറായിരിക്കുന്നുണ്ട്. വരൂ വന്നവർക്ക് ആദ്യം പായസം നിന്നോട് സ്വീകരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇനി ഇവിടെ നേരെ അങ്ങോട്ട് പോകും. നമ്മൾ നേരെ ഇവിടെ ഒരു പാസ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പോകണം. വെറൈറ്റി പരിപാടിയാണ്. നമുക്ക് പോകാൻ പറ്റുന്നില്ല. ആളുകള് ഒരുപാട് ആളുകള് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ മൊത്തം ആംബിയൻസ് കൊണ്ടുപോയി ഇവിടുത്തെ ഒരു AAF-ലേക്ക് മൊത്തം ആംബിയൻസ് നമ്മൾ കൊണ്ടുപോയി. ഒരു ഉത്സവ പ്രതീതിയാണ് നമ്മള് പള്ളിക്കൽ സ്കൂളിലുള്ളത്. സ്കൂൾ ശരിക്കും ഇന്ന് AMUPS പള്ളിക്കലിന്റെ ഉത്സവം തന്നെയെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റും. സ്കൂളിന്റെ നേട്ടങ്ങൾ മൊത്തം നമ്മൾ ഇവിടെ ദൃശ്യ മികവുകളിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടുത്തെ നമ്മുടെ സ്കൂളിലെ മൊത്തം ഔട്ട്പുട്ട് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്കൂളിലെ ഇത്രയും വർഷത്തെ പഴക്കങ്ങളിലെ നമ്മുടെ മികവുകൾ മാത്രമാണ് ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നവർക്ക് ആദ്യം നമ്മൾ നൽകുന്നത് എന്താണ്? ഒരു പാസ്പോർട്ടാണ്. പള്ളിക്കൽ രാജ്യത്തേക്കുള്ള പാസ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് പാസ്പോർട്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ സീൽ ചെയ്തുകൊണ്ട് അടുത്ത പ്രോഗ്രാമിലേക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാൻ വേണ്ടി പറയാണ്. പിന്നെ പാസ്പോർട്ട് വിളിച്ചെന്താക്കുന്നു ഇവിടെ രജിസ്ട്രേഷൻ നടത്തുകയാണ്. ഒരു ഭാഗത്ത് നടക്കുന്നത് ഒരുപാട് രജിസ്ട്രേഷൻ കൗണ്ടറുകളുണ്ട്. ഏകദേശം നമ്മളെ ഒരു 10ഓളം രജിസ്ട്രേഷൻ കൗണ്ടറുകളാണ് നമ്മുടെ കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. എല്ലാ അധ്യാപകരും MTA PTA അതുപോലെ തന്നെ എല്ലാ അനധ്യാപകരും എല്ലാ രക്ഷിതാക്കളും ഇവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് നമ്മുടെ ഏറ്റവും വലിയൊരു സ്കൂളിന്റെ ഒരു പ്രത്യേകത തന്നെ ഈ ഒരു ഐക്യമാണ്. എല്ലാ അധ്യാപകരുടെ സജീവമാണ്. ഓരോ കൗണ്ടറുകൾ നോക്കിയാൽ നമുക്ക് കാണാം. ഭാഗത്ത് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിയപ്പെട്ട നമ്മുടെ ബേസിക് അടിത്തറ. ഇത് നമ്മുടെ KG സെക്ഷൻ ആണ്. KG ആണ് നമ്മുടെ അടിത്തറ. നമ്മുടെ മുഖ്യ HM. ഇന്നത്തെ പരിപാടി നമ്മുടെ പള്ളിക്കൽ സ്കൂളിന്റെ ചരിത്രത്തിൽ തങ്ക ലിപികളിൽ രേഖപ്പെടുത്തേണ്ട ഒന്നാണ്. അതാണ് അത് പിന്നെ നമ്മുടെ നാട്ടുകാരും രക്ഷിതാക്കളും അധ്യാപകരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് വിജയിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. നേരത്തെ പറഞ്ഞ മാഷോട് പറഞ്ഞു നമ്മുടെ സ്കൂളിലെ ഏറ്റവും വലിയ പ്രത്യേകത ഈ അധ്യാപകരും അതുപോലെ തന്നെ ഇവിടുത്തെ രക്ഷിതാക്കളും PTA MTA എല്ലാവരും സജീവ പ്രവർത്തനോട് മാത്രമാണ് വിജയം എന്ന് പറഞ്ഞാൽ. വ്യത്യസ്തതകൾ പരീക്ഷിക്കുന്നതിൽ എപ്പോഴും മുന്നിലാണ് നമ്മൾ. അതിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഇപ്പോൾ കണ്ടിരിക്കുന്നത് AF എന്നുള്ളത് ഉത്തരം. അത് മാത്രം നമുക്ക് പറയാനുള്ളൂ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഈ നിറഞ്ഞു നിൽക്കുന്ന രക്ഷിതാക്കളെ കണ്ടാൽ അറിയാം നമ്മുടെ സ്കൂളിന്റെ മികവ് എത്രത്തോളമാണ്. നമ്മുടെ രക്ഷിതാക്കൾ ഇവിടെ പള്ളിക്കൽ സ്കൂളിലേക്ക് ചേരാൻ വന്നത്. നമ്മുടെ HM അവിടെ തിരക്കിലാണ്. HM-നോട് നമുക്ക് 2 വാക്ക് ഇന്നത്തെ കാര്യങ്ങൾ ചോദിച്ചറിയാം. സാറേ, ഇന്നത്തെ നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് ഇന്നത്തെ കാര്യങ്ങളൊക്കെ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്ന നീണ്ട നിര നമ്മുടെ സ്കൂളിലെ അഡ്മിഷൻ എടുക്കാൻ വന്ന രക്ഷിതാക്കളും കുട്ടികളാണ്. അവരൊക്കെ വളരെ ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പിയാണ്, വളരെ സജീവമായിട്ട്. താങ്ക് യു സോ മച്ച്. ഈ ഭാഗത്ത് നടക്കുന്ന നമ്മൾ സ്വന്തം LKG വിദ്യാർത്ഥികൾക്കുള്ള ഒരു അഡ്മിഷൻ രജിസ്ട്രേഷൻ സെക്ഷൻ നടക്കുന്നത്. ഇതൊക്കെ നമ്മളെ LKG ക്ലാസ്സുകളിലെ അധ്യാപകരാണ്. എല്ലാവരും ഹായ് പറയൂ. ഓക്കെ, എല്ലാവരും എനർജറ്റിക് ആയിട്ടുള്ള അധ്യാപകരാണ്. മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ വരൂ. ഇനിയാണ് പ്രത്യേക പറയൂ. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ ഇനിയാണ് കുട്ടികൾക്ക് ഏറ്റവും വളരെ ഇമ്പമാർന്ന നല്ല ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയ ഉള്ളത്. ഇവിടെ കുട്ടികൾക്ക് ഒരു ഷോ ആണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഫുൾ ലൈവ് ആണ്. ഇവിടെ പപ്പറ്ററിന്റെ ഷോ ആണ് ഇവിടെ നടക്കുന്നത്. മാഷൊരു പ്രത്യേകത പറഞ്ഞാൽ എന്താ അറിയോ? കുട്ടികളോട് ചേർന്ന് കൊണ്ട് എന്താ കുട്ടികളെ മനസ്സ് വായിച്ചുകൊണ്ടുള്ള പ്രത്യേക കാണിച്ചത് നോക്കിട്ടോ. പരിപാടി കുറച്ച് നേരം കാണിച്ചു കൊടുക്കുക. നമ്മുടെ മാഷ നേതൃത്വത്തിലുള്ള കിടിലൻ ഒരു ഷോ ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. അതാ കുട്ടികൾ ഏവർക്കും അത്ഭുതകരമായ കാഴ്ച. ആ ഷോ നോക്കൂ. ഒരു മിനിറ്റ് പോലും കുട്ടികളെ നമ്മൾ എന്താക്കുന്നത് ബോറടിപ്പിക്കുന്നില്ല. ഏറ്റവും വലിയ പ്രത്യേകത ആ ഒരു രീതിയിലാണ് നമ്മൾ ഇന്നത്തെ പരിപാടികൾ മൊത്തം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ സ്കൂളിൽ നിന്ന് വലിയൊരു ഹൈലൈറ്റ് കിടക്കുന്നത് വലിയൊരു സംഭവം ഉണ്ട്. കാണിച്ചു തരാം ബാബാ. ഇവിടെ പറഞ്ഞാല്
ഏറ്റവും ഒരു മിസ്റ്ററി ബോക്സ് ഉണ്ട് ഇവിടെ. മിസ്റ്ററി ബോക്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് ഇവിടെ വരുന്ന കുട്ടികൾക്ക് നമ്മൾ എന്താക്കുക ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ സമ്മാനം. സാർ വരൂ. ഈ കൂടാരം കണ്ടങ്ങൾ ഇവിടെ മൂടിപ്പോന്നൊരു കൂടാരം കണ്ടോ? ഇതിന്റെ അകത്ത് ഒരു വലിയ വലിയ സമ്മാനങ്ങൾ കുട്ടികളെ കണ്ട് കാത്തിരിക്കുന്നുണ്ട്. ആ ഒരു സമ്മാനം കണ്ട കുട്ടികൾ ഉറപ്പായിട്ടും നെട്ടും. ആ നെട്ടുന്ന തരത്തിലുള്ള ഒരു സമ്മാനമാണ്. ഏതാനും നിമിഷങ്ങൾക്കകം കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആരാണ് ആ ഭാഗ്യശാലികൾ എന്നുള്ളത്. ഇതിനകത്ത് വലിയ വലിയ സമ്മാനം ഉണ്ട്. അത് എന്താന്ന് വലിയൊരു സമ്മാനം ഉണ്ട്. അതിന്റെ തന്നെയാണ് എന്താ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ പോണ കുട്ടികൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തൊരു സാധനം, അത് കഴിഞ്ഞിട്ട് മറ്റൊരു സെക്ഷൻ ഇവിടെ നേരത്തെ നിഷാദ് മാഷ് പറഞ്ഞ പോലെ വരുന്ന കുട്ടികളെ ഒരിക്കലും ബോറടിപ്പിക്കൂല എന്നുള്ളതാണ്. അടുത്തൊരു സെക്ഷൻ ആണ്. എന്താ പറയുക? അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് പോകുന്നത് കുട്ടികളെ കൊണ്ടുള്ള ഗെയിമുകളാണ്. ഒരുപാട് വെറൈറ്റി ഗെയിംസ്. ഇവിടെ ഏത് ഗെയിമാണ് ഇവിടെ ഉള്ളത്? ഈ ഗെയിംസ് കുറിച്ച് പറഞ്ഞോ. കുട്ടികൾ കളിക്കുന്നുണ്ട്, സമ്മാനം കൊടുക്കുന്നുണ്ട്, എല്ലാരും പങ്കെടുക്കുന്നുണ്ട്. ആണോ? അപ്പൊ ഒരു ഗെയിം ഇതാണ്. അടുത്തൊരു ഗെയിം കാണിച്ചു തരാം. അടുത്ത രണ്ടാമത്തെ ഗെയിം ഇതാണ്. രണ്ടാമത്തെ ഗെയിം പാസ്പോർട്ട് ചോദിക്കുന്നുണ്ട്. പാസ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നേരെ ഈ വരുന്ന നമുക്ക് എന്തുണ്ട്? സമ്മാനമുണ്ട്. സമ്മാനമുണ്ട്. അങ്ങനെ എറിയരുത് എന്നുള്ളതാണ് നിഷാദ് മാഷ് കാണിച്ചത്. നമ്മൾ അടുത്ത ഗെയിം കാണുന്നത് ഇവിടെ നമുക്ക് കുട്ടികൾക്ക് അവിടെ അടുത്തൊരു ഗെയിം നടക്കുന്നുണ്ട്. സൂപ്പർ. സ്കൂൾ ഇഷ്ടപ്പെട്ടോ? ഗെയിംസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? എറിഞ്ഞു കൊടുത്താ ജസ്റ്റ് മിസ്സേഴ്സ്. ഒരു ചാൻസ് തരണമെങ്കിൽ ഒരു ചാൻസ് തരട്ടെ? ഒരു ചാൻസ് കൊടുത്താ പോലെ എന്തായാലും വരണം. കിട്ടും. മന്ത്രിച്ചിട്ടുണ്ട്. മാസിനാകാം തരട്ടെ? ഒന്നും കൊടുക്കും. ഇത് കിട്ടണം. മാസിനിക്ക് ഫ്രൂട്ട് ഇതായിക്കുണ്ട്. നമ്മള് തീർന്നിട്ടില്ല അവിടുത്തെ പരിപാടികള്. ഇവിടെ ഒരുപാട് മാഷന്മാരുണ്ട് ഇവിടെ സജീവമായിട്ട് നിൽക്കുന്നത്. സിംസാർ സർ, എന്താ വാക്ക് പറയാനുള്ളത്? മനോഹരാണ്. കുട്ടികളുടെ ഓരോ ഏറും നല്ല അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ അവരുടെ ഒരു ലക്ഷ്യമുണ്ട്. അവർ ഉദ്ദേശിച്ചോട് എത്തുന്നില്ല എന്നുള്ളൂ. ലക്ഷ്യമുണ്ട്, പക്ഷെ ലക്ഷ്യം പൂർത്തിയാവില്ല. പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ലക്ഷ്യം പൂർത്തീകരിക്കും. ഇതാണ് നമ്മുടെ സ്കൂൾ അധ്യാപകർ. വെരി വെരി ടാലന്റഡ് എനർജറ്റിക് ആയ വിദ്യാർത്ഥികളാണ്, അധ്യാപകരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തീർന്നില്ല. അടുത്ത ഗെയിം ഇവിടെ ഇനിയും ഗെയിം ഉണ്ട്. അത് കഴിഞ്ഞാല് അടുത്തൊരു സെക്ഷൻ കോഫി. ഈ സെക്ഷൻ വേറെ ഗെയിമാണ് അല്ലേ? സിമ്പിൾ ഗെയിമാണ്. വേറെ ഒന്നുണ്ട്. ഇനി അവസാനത്തെ ഒരു സെക്ഷൻ. ഈ ഇവിടുന്ന് പോണ സമയത്ത് കുട്ടികൾ പായസം കൊടുത്തിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നിട്ടോ പോകുമ്പോ നമ്മൾ എന്താ കൊടുക്കുക? പോകുമ്പോ നമ്മള് വേറെ സംഭവം മാറിക്കപ്പോളെ എന്താ ചെയ്യും? കോഫി വിത്ത് ടീച്ചർ കണ്ടോ? കോഫി വിത്ത് ടീച്ചർ കണ്ടോ? ഇത് അവസാനത്തെ സെക്ഷൻ. എവിടുത്തെ അവസാന സെക്ഷൻ? സാൻസർ പറയൂ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പായസം കുടിച്ച് തുടങ്ങി നമ്മൾ അവസാനിക്കുമ്പോൾ എങ്ങനെ വയറ് ടീച്ചർമാരെ അതായത് ഇവിടെ വരുന്നവരാരും വിശന്ന് പോയരുത്. മനസ്സ് വയറും നേരണം. അത് ടീച്ചർമാരുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ആ രീതിയിലാണ് വെറൈറ്റി ഭക്ഷണങ്ങൾ നമ്മൾ കൊടുത്തിട്ടാണ് സ്വീകരിക്കാറ്. ടീച്ചർമാരെ ഈ കോഫി വിത്ത് ടീച്ചറെ കുറിച്ചായിട്ട് വാക്ക് പറയും. എങ്ങനെ ഒരു സംഭവം? നമ്മളിവിടെ വരുന്നവരെ സ്വീകരിച്ചിരുത്തിട്ട് ചായ ഒക്കെ കൊടുക്കുക, മക്കളോടൊക്കെ സംസാരിക്കുക. നിങ്ങൾ 1ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ വരുന്ന കുട്ടികൾ 1ാം ക്ലാസ്സും KGക്ക് വരുന്നവരും വരുന്നുണ്ട്. എല്ലാവരും വരുന്നുണ്ടല്ലേ? ഒരു ചായ കുടിച്ച് നമ്മളെ കുട്ടികളുടെ എല്ലാ രീതികളും കോഫിന്റെ കൂടെ നമ്മളൊരു കണ്ണും മനസ്സും മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ സ്കൂളിലെ എല്ലാ ടീച്ചർമാരും അടിപൊളിയാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. ഒരു ഭാഗത്ത് അവിടെ ചായ കുടിച്ചോണ്ടിരിക്കുന്ന അധ്യാപകരും നോക്കൂ, എല്ലാവരും നോക്കൂ. അവരൊക്കെ നമ്മളെ സ്കൂളിലെ അധ്യാപകരാണ്. അവിടെ ഉണ്ട് നമ്മളെ ഒരു പറ്റം ടീച്ചേഴ്സ് ഉണ്ട്, പ്രഗത്ഭരായ ടീച്ചേഴ്സ്. അപ്പൊ അപ്പൊ നമ്മൾ AAFന്റെ നമ്മൾ ഏകദേശം ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി തീർന്നിട്ടില്ല. ഏഴാവുമ്പോ നമുക്ക് മനസ്സിലാവും. ഒന്നും കൂടെ നമ്മൾ വരും. ഏഴാവുമ്പോ ഇനി എന്താ ചെയ്യാണ്? നമ്മള് സൈൻ ഔട്ട് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ വരും. ഏർക്കുമ്പോ വീണ്ടൊന്നും വരുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, അത് ഏർക്ക് ആരാണ് ആ ഒരു ഭാഗ്യശാലി ആരാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും.
ഓക്കെ, ഏതായാലും ഇതുവരെ കണ്ട എല്ലാ പ്രേക്ഷകർക്കും Thank you താങ്ക് യു സോ മച്ച് yes. ഫ്രം ദ AF.